അല്ലെങ്കിൽ ഇക്ക വരുന്ന ദിവസങ്ങളിലാണ് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നട്ടുച്ചയായപ്പോൾ ഇക്ക പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാനും ഇക്ക ഇറങ്ങിയപ്പോൾ അതേ കിടക്കുന്ന ബാക്കിൽ രണ്ടെണ്ണം പാലയിൽ തൂങ്ങി ഞാനുണ്ട് ചെറുതാണെങ്കിൽ നാനുണ്ട് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂട്ടി ഞങ്ങൾ നേരെ പോയത് കനോലി പ്ലോട്ടിലാണ്. സ്ഥിരമായിട്ട് എല്ലാ വീഡിയോസിനും കാണുന്ന ഒരു സ്ഥലമായിരിക്കും ഈ കനോലി പ്ലോട്ട്. നിലമ്പൂരിൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഒന്ന് ഇറങ്ങുന്ന റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കട, മെയിനായിട്ട് പോകുന്നത് ഇക്കൊക്കെ ഒരു ബൂസ്റ്റ് കുടിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഉപ്പിലിട്ട് മാങ്ങ നെല്ലിക്ക് കണ്ടപ്പോൾ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ, എല്ലാ കൈതച്ചക്ക മതി എന്ന് പറഞ്ഞിട്ട് അവനാ പൈനാപ്പിൾ എടുത്ത് അടിച്ച് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എപ്പോഴും മാങ്ങ മാത്രമേ ഉപ്പിലിട്ട് കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാനതെടുത്ത് ഒരു മാങ്ങയും അതിലോട്ട് കുറച്ച് മുളകൊക്കെ ചേർത്ത് ഞാനത് അടിച്ചു വിട്ടിരുന്നു. അപ്പോഴാണ് ഇക്കാക്ക് പറഞ്ഞത് ബൂസ്റ്റ് കുടിക്ക് വേണമെന്ന് പറഞ്ഞത്. ആ ചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് ഒരു ബൂസ്റ്റ് കുടിക്ക് പറഞ്ഞു. സാധാരണ കുടിക്ക് നല്ലപോലെ കുടിക്കുന്നുണ്ടെങ്കിലും ഈ ചേട്ടൻ കുറച്ചേ കുടിക്കിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബൂസ്റ്റ് കുടിക്ക് സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു ഏട്ടൻ. കനോലി പ്ലോട്ടിന് നേരെ ഓപ്പോസിറ്റ്, ഞങ്ങൾ എൻട്രൻസിന് നേരെ ഓപ്പോസിറ്റുള്ള കടയത്തെ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഈ കുടിക്കുക വെച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ല, നല്ല തണുപ്പ്, നല്ല ഒരു ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ ആയിരുന്നു അത് കുടിച്ചപ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ എല്ലാം 30 ദിനമൊക്കെ അഡിക്റ്റ് ആയിരുന്നു ഞാനും വിചാരിച്ചു. അങ്ങനെ അതിനോസം ഞാനും ഇക്കൊക്കെ ഇതൊക്കെ ഇവിടെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുമ്മാ ഒരു വാക്കിന് ഇറങ്ങി. അങ്ങനെ അവിടെ ഒരു കുറേ സ്ഥലം ഉണ്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ വിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒക്കെ അവിടെ വരെ നടന്ന് ഇവിടെ വരെ നടന്ന് ഞങ്ങളതുപോലെ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈ സൺഡേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. നിങ്ങൾ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.